നമസ്കാരം. ഞാൻ ആറ്റില മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാഴമാറ്റമാണ്. ഇത് ഗുരുപകർച്ച. ഈ വരുന്ന 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:48 കർക്കിടക ഗുരു സഞ്ചാരം. ഒരു വർഷ കാലയളവാണ്. അതായത് ഇടവ മാസം 18 ചൊവ്വാഴ്ച രാവിലെ. ഒരു 3 രാശിക്കാരുടെ ഫലം പറഞ്ഞായിരുന്നു. വളരെ വിശേഷമാണ് അവർക്ക്. ഇനി അടുത്തൊരു 3 രാശിയാണ്, അവർക്ക് ബഹുവിശേഷമാണ് കാണുന്നത്. ആ 3 രാശി മിഥുനം, കന്നി, മകരം. ഇവർക്ക് ഈ കാലയളവ് വ്യാഴമാറ്റം വളരെ പ്രത്യേകതയാണ്. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. അതിപ്പോൾ ഏത് രാശിയിലാണെങ്കിലും. അപ്പോൾ ഉച്ചഭാവത്തിൻ്റെ വളരെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കുംഭവേടം. ഇപ്പോൾ കുംഭവേടം വരുമ്പോഴാണ് 12 വർഷത്തിലൊരിക്കൽ നമുക്ക് മഹാമകം, അതായത് കുംഭമേള ആഘോഷിക്കുന്നത്. അതുപോലെ കർക്കിടകത്തിനും പ്രത്യേകതയാണ്. ഉച്ചഭാവം അതിബലമാണ്. ഇപ്പം ശ്രീരാമൻ ജനിക്കുമ്പോൾ ഏകകാല പ്രവേശം സംഭവിച്ചു. അതെന്താണ് ഏകകാല പ്രവേശം? ഗുരു പുണർന്ന നക്ഷത്രത്തിൽ, അതായത് മിഥുനത്തിൽ 3 പാദം വരും, ഒരു പാദം വരുന്നത് കർക്കിടകത്തിലാണ്. ഇപ്പോൾ ശ്രീരാമൻ ജനിക്കുമ്പോൾ ചന്ദ്രനും ഗുരുവും ഏകകാലത്തിൽ പുണർന്ന നക്ഷത്രത്തിൽ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഏകകാല പ്രവേശം. ഇതിൽ വേറെ പ്രത്യേകത, കർക്കിടകത്തിന് അംശം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയം അംശകത്തിൽ ഉച്ചഭാവത്തിലാണ് ഗുരുവിൻ്റെ സ്ഥിതി. ചന്ദ്രനെ എടുക്കുകയാണെങ്കിൽ ചന്ദ്രനും അവിടെയാണ് സ്ഥിതി. എന്തുകൊണ്ടും ഈ വ്യാഴമാറ്റം ഈ പറയുന്ന 3 രാശിക്കാർക്ക് വളരെ ഗുണഫലമാണ്. മിഥുനം, കന്നി, മകരം. അപ്പോൾ ആദ്യം മിഥുന കുറുവൊക്കെ എങ്ങനെ നോക്കാം. മകയിരാര, തിരുവാതിര, പുണർന്ന, മുക്കാല്. ഇവർക്ക് 2-ലാണ് വ്യാഴൻ്റെ സ്ഥിതി. ഈ വരുന്ന 2026 ജൂൺ മാസം 2-ന് ശേഷം ഒരു വർഷ കാലയളവ് 2-ലാണ് സ്ഥിതി, ഉച്ചഭാവത്ത്. അപ്പം മിഥുനത്തിന് 10 7-ാം ഭാവാധിപനായ വ്യാഴം 2-ൽ വരുന്നത് ബഹുവിശേഷമാണ്. കുടുംബത്തിൽ വിവാഹം ഏതെങ്കിലും നടക്കാനുണ്ടെങ്കിൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഇവർക്ക് വിവാഹം നടക്കാനുള്ള യോഗം. അതുപോലെ ധനാഗമം. അപ്പം നേരത്തെ നമുക്ക് ഇപ്പം നിലവിൽ വ്യാഴൻ്റെ സ്ഥിതി ജന്മത്തിലാണ്. ജന്മം നമുക്ക് വളരെ മോശമാണ്. ഇപ്പം അത് മാറിക്കിട്ടുകയാണ്. അപ്പോൾ ഈ വ്യാഴമാറ്റം നമുക്ക് ജൂൺ 2-ലാണെങ്കിലും മെയ് 20-ന് ശേഷം അതിൻ്റെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങും. അപ്പം ഗോൾഡ് പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അവസരം, ഗോൾഡ് വാങ്ങിക്കാനുള്ള സമയം, കുടുംബത്തിൽ തടസ്സം നിൽക്കുന്ന വിവാഹം, ആ തടസ്സം മാറി വിവാഹം നടക്കാനുള്ള യോഗം. പിന്നെ പുത്രഭാഗ്യം. ചിലവർക്ക് 3 വർഷം 4 വർഷമായിട്ട് കുട്ടികൾ പുത്രഭാഗ്യം ഇല്ല എന്ന് കാത്തിരിക്കുന്നവർക്ക്, ഇപ്പം ഞാൻ നേർച്ചയൊക്കെ നടത്തി ഒന്നും റെഡിയായില്ല എന്ന് പറഞ്ഞവർക്ക് ഈ കാലയളവ്, അതായത് പുത്രഭാഗ്യം കിട്ടാനുള്ള യോഗം. അപ്പോൾ ഈ മിഥുന രാശിക്കാർക്ക് ഈ കാലയളവ് അതായത് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, 2026 സെപ്റ്റംബർ 18-ന് ശേഷം മിഥുന രാശിക്ക് 11-ാം ഭാവാധിപനായ കുജൻ 2-ൽ സഞ്ചരിക്കുകയാണ് ഗുരുവിൻ്റെ കൂടെ. അപ്പോൾ ചോദ്യം വരും, നീചഭാവമല്ലേ? നീചഭാവമാണെങ്കിലും നീചഭംഗ രാജയോഗം അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ എന്താണ് ഗുണം? ഇപ്പോൾ 11-ാം ഭാവാധിപൻ ഗുരുവിൻ്റെ അവിടെ വന്ന് സഞ്ചരിക്കുമ്പോൾ കിട്ടാക്കടം, ചിലവർക്ക് കുറേ പൈസ ബ്ലോക്കായി കിടക്കും, അത് വരാനുള്ള സമയം. വസ്തുവകളും പറയണതിൽ കുജൻ എന്ന് പറയുന്നത് ഭൂമികാരകനാണ്. ഏതെങ്കിലും വസ്തു തീർപ്പാകാതെ കേസിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അത് തീർപ്പായി നമ്മളെ കയ്യിൽ കിട്ടാനുള്ള യോഗം, അത് ചെമ്മൺ ഭൂമി ഉദ്ദേശിക്കാം. അപ്പോൾ എന്തുകൊണ്ടും ഈ കാലയളവ് മീനക്കുറുകാർക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം, ദോഷവശമല്ല. ഇനി അടുത്ത് കന്നിക്കൂറിൽ വരുന്ന ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരാര. ഇവർക്ക് നിലവിൽ 10-ലാണ് വ്യാഴൻ്റെ സ്ഥിതി. 2026 ജൂൺ 2-ന്, അതായത് ഇടവം 18-ാം തീയതി കർക്കിടകത്തിലാണ് വ്യാഴൻ്റെ സഞ്ചാരം. അപ്പോൾ നമുക്ക് 10-ൽ വന്നാൽ പദവി നഷ്ടപ്പെടുന്നതാണ്. ഇപ്പം കന്നിക്കൂറുകാർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സാമ്പത്തികമാണ് ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. 7-ാം ഭാവാധിപൻ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഈ കാലയളവ്. തൊഴിൽ നിമിത്തം ഇവർക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ് കാണുന്നത്. 11-ലാണ് വ്യാഴൻ്റെ സഞ്ചാരം. അപ്പോൾ 11-ൽ വ്യാഴം വരുന്നത്, അത് ഏത് ഗ്രഹവും 11-ൽ വരാം. അതിലും ശുഭനായ, അതായത് 9 ഗ്രഹങ്ങളിലും
ശുഭത്വം കൂടുതലുള്ള വ്യാഴൻ 11-ൽ ഉച്ചഭാവത്ത് വരുന്നത് കന്നിക്കൂറുകാർക്ക് വളരെ പ്രത്യേകതയാണ്. 5-ാം ഭാവം ദൃഷ്ടി, ബുദ്ധിക്ക് ഉണർവ്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത് മെഡിക്കൽ പഠനം, മറ്റ് ഏത് പഠനമാണെങ്കിലും റിസർച്ച് ചെയ്യുന്നവർ, ഇതിനൊക്കെ വളരെ അനുകൂല സമയമാണ് പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ നല്ലതാണ്. ബിസിനസ് മേഖലയിലുള്ളവരാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും. വിവാഹാധികാര്യങ്ങളിൽ ഇപ്പം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ വിവാഹയോഗം കാണുന്നു. പിന്നെ പഠന മികവ്, ഈ കാലയളവ് പഠന മികവ് തെളിയിക്കാം. പിന്നെ പുത്രഭാഗ്യം, ഒരു 3-4 വർഷമായി കുട്ടികളില്ലാതിരിക്കുകയാണ്, നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് നേർച്ചയൊക്കെ നടത്തി കാത്തിരിക്കുകയാണ്, അവർക്ക് വ്യാഴം ഉച്ചഭാവത്ത് നിന്ന് 5-ാം ഭാവം ദൃഷ്ടി വരുന്നത് പുത്രഭാഗ്യം കിട്ടാനുള്ള യോഗം. അതും ജലരാശിയാകിയാൽ ഉടൻ തന്നെ ഒരു പുത്രഭാഗ്യം കിട്ടാനുള്ള യോഗം കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക്. മകരക്കൂറിൽ ഇപ്പോൾ നിലവിൽ 6-ലാണ് സഞ്ചാരം. 2026 ജൂൺ 2-ന് വ്യാഴൻ്റെ സഞ്ചാരം കർക്കിടകത്തിലാണ്, അതും 7-ാം ഭാവം. ഇവർക്കും എന്ത് തടസ്സം, മെയിൻ തടസ്സം എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ട, അര, ഇവർക്കും ഈ കാലയളവ് വിവാഹയോഗമാണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും പാർട്ട്ണർ തമ്മിലുള്ള കുറച്ച് സ്വരച്ചേർച്ചയില്ലായിരുന്നു, അത് സന്ധിയായി അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം. ഷെയർ മാർക്കറ്റിലുള്ള ധനാഗമം, ഇപ്പോൾ ഗവൺമെൻറ് ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ട്രഷറിയിൽ കിട്ടാനുള്ള യോഗം, ദേവസ്വം ബോർഡിൽ കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ബാങ്കിങ് ടെക്സ്റ്റൈലിൽ നിൽക്കുന്നവരാണെങ്കിലും കർക്കിടകത്തിൽ വ്യാഴൻ്റെ സഞ്ചാരം മകരക്കൂറുകാർക്ക് ബാങ്കിൽ ജോലി കിട്ടാനുള്ള, അതിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ജോലി കിട്ടാനുള്ള യോഗം കാണുന്നു. പുറത്ത് പോയി പഠിക്കാനുള്ള യോഗം. അപ്പോൾ എന്തുകൊണ്ടും ഈ കൂറുകാർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരമാണ് കാണുന്നത്. മകരരാശിക്കാർക്ക് വിവാഹാധികാര്യങ്ങളിലും തടസ്സം മാറുകയാണ്. ആൺകുട്ടി പെൺകുട്ടി ഭേദമന്യേ ഇപ്പം വിവാഹം ഒരു 2 കൊല്ലം നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവർ ഈ കാലയളവ് വിവാഹയോഗം കാണുന്നു, തടസ്സം മാറിക്കിട്ടുകയാണ്. 2026 സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 30 വരെ 42 ദിവസം കുജൻ്റെ സഞ്ചാരം വ്യാഴൻ്റെ കൂടെയാണ്, അത് ഗുരുവിൻ്റെ കൂടെ. അപ്പം ചോദ്യം വരും, എങ്ങനെ നീചനല്ലേ 7-ൽ? നീചനാണെങ്കിലും ഗുരുവിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു മംഗളയോഗം സംഭവിക്കുകയാണ്. അപ്പം നീചഭംഗ രാജയോഗം. അപ്പം മകരത്തിന് 4-ാം ഭാവാധിപനായ കുജൻ, 4, 11-ാം ഭാവാധിപനായ കുജൻ 7-ൽ ഗുരുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് വളരെ പ്രത്യേകതയാണ്. ഭൂമി ലാഭം പറയണം, ഒരു വസ്തു വാങ്ങിക്കാനോ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വച്ച് പകുതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള യോഗം. അപ്പോൾ എന്തുകൊണ്ടും ഈ കൂറുകാർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ്. സർവ്വ ഐശ്വര്യം ഫലം. ശുഭമസ്തു.